കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. SFI പ്രതിഷേധമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ മോഹനൻ കുന്നുമ്മേൽ വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ വൈസ് ചാൻസലർ സർവകലാശാല ആസ്ഥാനത്തെത്തി. ഇത്രയും നാൾ അദ്ദേഹം സർവകലാശാലയിൽ എത്താതെ മാറി നിൽക്കുകയായിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് ഇട നൽകിയതാണ്. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ പോലും കിട്ടുന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. SFI വലിയ പ്രതിഷേധത്തിലായിരുന്നു. ഭരണസ്തംഭനം എന്ന് പറഞ്ഞുകൊണ്ട് KSUവും പ്രതിഷേധത്തിലായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തുമെന്ന് വിചാരിച്ച് SFIക്കാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്താൻ ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇടയ്ക്ക് സിസ തോമസ് സർവകലാശാലയിൽ VCയുടെ ചുമതല വഹിച്ചതാണ്. അതിനുശേഷം മോഹനൻ കുന്നുമ്മൽ എത്തിയിരുന്നില്ല. വൈസ് ചാൻസലർ എത്തി. ഇനി മറ്റെന്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. എന്തായാലും വൈസ് ചാൻസലർ എത്തിയതോടുകൂടി സർവകലാശാലയുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് ആകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ രജിസ്ട്രാർ ഇപ്പോഴും ആരാണ് എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. രജിസ്ട്രാറുടെ ചുമതല ഇപ്പോഴും KS അനിൽകുമാറാണ് വഹിക്കുന്നത്. പക്ഷേ വൈസ് ചാൻസലർ ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ചുമതല നൽകിയിരിക്കുന്നത് മിനി കാപ്പനാണ്. അതിനാൽ തന്നെ രജിസ്ട്രാർമാർ 2 ഭരണസ്തംഭനം തുടരുകയാണ്. അതിനിടയിലാണ് വൈസ് ചാൻസലർ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തുമെന്ന് കരുതിയതാണ്. പക്ഷേ അദ്ദേഹം സുരക്ഷാ കാരണങ്ങളാൽ മാറി നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് തനിക്ക് സർവകലാശാലയിലേക്ക് വരാൻ പേടിയില്ല. പക്ഷേ അവിടുത്തെ ജീവനക്കാരുടെ സുരക്ഷയും സുരക്ഷാ ജീവനക്കാരുടെ സുരക്ഷയും അതാണ് താൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നായിരുന്നു മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. ഇതേക്കുറിച്ച് അദ്ദേഹം ചാൻസലറായ ഗവർണറുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. തനിക്ക് സർവകലാശാലയിലേക്ക് വരാൻ സുരക്ഷ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. സാരംഗ് ചേരുകയാണ് വിവരങ്ങളുമായി. സാരംഗ്, വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എത്തിയപ്പോൾ പ്രതിഷേധമുണ്ടായില്ലേ? നിരവധി തവണ ഇത്തരത്തിൽ ഒരു പ്രതിഷേധമുണ്ടാകുമെന്നൊരു സൂചന ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇത്തവണ കനത്ത പോലീസ് സന്നാഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. SFIയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു സൂചന ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ യാതൊരുവിധ പ്രതിഷേധ പ്രകടനങ്ങളോ പ്രതിഷേധ മുദ്രാവാക്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ കനത്ത പോലീസ് വലയത്തിലായിരുന്നു മോഹനൻ കുന്നുമ്മൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തിയത്. മാത്രമല്ല, ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു പ്രതിഷേധ സാധ്യത മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ വൻ സന്നാഹം, അതായത് നിരവധി പോലീസുകാർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു പ്രതിഷേധമോ മറ്റ് സംഘർഷ സാധ്യതയോ ഒന്നും തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിലവിലില്ല. അദ്ദേഹം ഇപ്പോൾ ഓഫീസിലേക്ക് കയറിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരുന്നത്. അതായത് ഇനി യൂണിവേഴ്സിറ്റിയുടെ മറ്റ് ഫയൽ വർക്കുകളും മറ്റും സുഗമമായി മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഞ്ജുഷ്, ശരി. മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായി